ചത്തോങ്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 100 രൂപയ്ക്ക് കുഴിമന്തി കിട്ടുമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോസ് കണ്ടിരുന്നു. നമുക്ക് നോക്കാം. വാ, ഇവിടെ ആണോ കുഴിമന്തി കിട്ടുന്നത്? കുഴിമന്തി 2 എണ്ണം കണ്ടെന്നേ. 100 രൂപയല്ലേ കുഴിമന്തി? ഞാൻ വീഡിയോ കണ്ടായിരുന്നു. അത് ഇത് തന്നെയല്ലേ? ആദ്യം ഞാൻ മറ്റേ ഇതിനകത്താ കൊടുത്തോണ്ടിരുന്നത്. എടുത്തോണ്ട് വരാൻ ആള് കൂടി എടുത്തോണ്ട് വരാൻ പാടാ. എങ്ങനെ? ചെമ്പിനകത്ത് ആദ്യം കൊടുത്തോണ്ടിരുന്നത്. ചെമ്പിനകത്ത് തന്നെ നിറയ്ക്കുമായിരുന്നു. നിറച്ച് പിന്നെ ആൾക്കാർ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാക്കിയേക്കും അല്ലേ? അപ്പോൾ 100 രൂപയ്ക്ക് കുഴിമന്തി. ഞാൻ ഈ കുഴിമന്തി കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. ബിരിയാണി ഉണ്ടല്ലേ? ബിരിയാണി 100 രൂപയേ ഉള്ളൂ. എന്തായാലും കുഴിമന്തി കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ. വ്ളോഗിൻ്റെ ഫുഡ് ആൻഡ് റൈഡ് ബൈ നൗഷാദ്. അല്ല, ഞാൻ ചിറ്റാറ് സ്കാനർ. എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. നോക്കട്ടെ. ബിരിയാണി അല്ല, കുഴിമന്തി കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. നോക്കട്ടെ എങ്ങനെയാണ്. നല്ലതാണെങ്കിൽ നല്ല റിവ്യൂ പറയും, മോശമാണെങ്കിൽ മോശമെന്ന് പറയും. എത്ര മണി വരെ ഇവിടെ ഉണ്ട്? നമ്മൾ ഒരു 11:30 ആകുമ്പോൾ തന്നെ വരത്തുള്ളൂ. പിന്നെ ഒരു മന്തി ബിരിയാണി ഒരു 1 മണി 1:30 2 മണി വരെ കാണുമായിരിക്കും. മഴയാണെങ്കിൽ തിരക്ക് കുറവാണ്, ആൾക്കാർ ചവിട്ടത്തിൽ വിട്ടു പോകത്ത്. മന്തി ആദ്യത്തെ വരുന്ന ഒരു 1 മണിയൊക്കെ നമ്മൾ തീരും. രണ്ടാമത് അണിച്ചാറുണ്ടാവും, ബൈക്കെ കൊണ്ടുതരും. റെഡി ആകുന്ന അവിടെ നിൽക്കണം. അത് 3:30 4 മണി. നിങ്ങൾ ഈ ഒരു സ്പോട്ടിൽ മാത്രമേ ഉള്ളൂ? ഒരു സ്പോട്ടിലേ ഉള്ളൂ. ഇപ്പൊ ഒരു സ്പോട്ടിലേ ഉള്ളൂ. നേരത്തെ ബൈപ്പാസിൽ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം കൂടെ ഇവിടെ ആയതുകൊണ്ട് DSNR വന്ന് വ്ളോഗ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മറ്റേ നമ്മുടെ പെണ്ണുവെച്ചുണ്ട്, മറ്റേ ശരണ്യാണ് പറയുന്നത്, മറ്റേ മുക്കടയിലുള്ള ഇവിടുത്തെ റാന്നിയിലെ വ്ളോഗൊക്കെ ചെയ്യും. കൊച്ചും വന്ന് എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മൊത്തം ഇങ്ങോട്ടങ്ങാക്കി. ഞാനിനി അടുത്ത ദിവസം മറ്റേ നമ്മുടെ അമൽജ്യോതി കോളേജില്ലേ, അവിടോട്ടൊന്ന് ചെറുതായിട്ട് ഇട്ട് നോക്കുന്നുണ്ട്. മന്തി മാത്രം നോക്കട്ടെ ക്ലിക്ക് ആകുമെന്നാണ്. നിങ്ങളിപ്പോൾ ഉണ്ടെങ്കിൽ ക്ലിക്ക് ആകുമായിരിക്കും. അത് അവിടെ ഇതുപോലെ തിരക്കുണ്ട്, കുഴപ്പമില്ല. പിന്നെ അപ്പം ഇതേപോലുള്ള ആൾക്കാരെ കൂടെ സപ്പോർട്ട് ചെയ്യുക. അവർ 4 പേര് സുഹൃത്തുക്കൾ സഹോദരന്മാരൊക്കെയാണ്. അവർ 4 പേരും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലുള്ള ആൾക്കാരെ കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അവർ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഹൈജീനിക്കായിട്ടാണ് ചെയ്യുന്നത്. വീട്ടിൽ തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. മന്തി അവർ തരുന്നത് 1 2 3 പീസ്, 3 നല്ല വലിയ പീസാണ് കേട്ടോ. 100 രൂപയ്ക്ക് ഇത് ലാഭം കേട്ടോ. ആരും ഇത്രയും തരത്തില്ല. 3 പീസും ഇഷ്ടംപോലെ റൈസ് ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിറ്റാറിലൊരു കരാട്ടെ ക്ലാസ് ഇടുകയാണ്. കരാട്ടെ ക്ലാസ് ഇടുമ്പം നമ്മുടെ ബോഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് മുമ്പായിട്ട് റെഡിയാക്കണം. സാധാരണ നമ്മൾ നടക്കുന്ന പോലെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം കുറച്ച് ദിവസം നമ്മൾ യാത്രയൊക്കെ ആയതുകൊണ്ട് പ്രാക്ടീസൊക്കെ മുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പ്രാക്ടീസൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഫുഡൊക്കെ നിയന്ത്രിച്ച് പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ